കഥ ഹൃദയജാലകം തുറന്നപ്പോൾ പാർട്ട് 43. രചന ശാലിനി എ. ജോല സുഖമായ ഉറക്കത്തിലാണ്. അവൻ പതിയെ ബെഡിലേക്ക് കയറി അവൾക്കരികിലായി കിടന്നു. പിന്നെ അവളുടെ വശത്തേക്ക് ചരിഞ്ഞു കിടന്നുകൊണ്ട് വലതു കൈയെടുത്ത് അവളുടെ വയറിന് മീതെ വെച്ചു. ഒരു നടുക്കത്തോടെ ഉണർന്ന ജ്വാല അടുത്തു കിടക്കുന്ന രൂപത്തെ കണ്ട് ഞെട്ടിത്തെറിച്ചു. അവളുറക്കെ കരയാനഞ്ഞതും അവൻ പൊടുന്നനെ അവളുടെ വായ് പൊത്തി. കരഞ്ഞു കൂവി, ആളെ ഉണർത്തല്ലടി, ഞാൻ കുറച്ചു നേരം നിന്നെ ഇവിടെ കിടന്ന് കൊണ്ടുകൊണ്ട് തിരിച്ചു പോകാം. ഇപ്പോഴാണ് ആരാണ് തൻ്റെ അരികിൽ കിടക്കുന്നതെന്ന് അവൾ അറിയുന്നത്. ചെറിയൊരു പുഞ്ചിരി അവളിൽ ഉണ്ടായെങ്കിലും അടുത്ത നിമിഷം അവളിൽ പേടി നിറഞ്ഞിരുന്നു. എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്? അന്നത്തെ പോലെ ഇനിയും അച്ഛൻ്റെ കയ്യിൽ നിന്ന് അടി മേടിക്കാനാണോ? പകൽ സമയത്ത് മാന്യമായ രീതിയിൽ കയറി വന്നൂടെ നിങ്ങൾക്ക്? അതെങ്ങനെ? കടുവയല്ലേ? കടുവയുടെ സ്വഭാവമല്ലേ കാണിക്കുള്ളൂ. ഹോസ്പിറ്റലിൽ 2 ദിവസം കിടന്നിട്ടും അവൻ കാണാൻ വരാഞ്ഞതിലുള്ള ദേഷ്യമാണ് അവൾക്ക്. അവൻ അവളുടെ വയറിൽ നിന്നും കൈയെടുത്ത് മലർന്നു കിടന്നു. ആ സ്വരത്തിൽ എവിടെയോ ഒരു പരിഭവം മണക്കുന്നുണ്ടല്ലോ. എന്താടി? അവൾ തലതിരിച്ച് അവനെ കണ്ണുകൾ കൂർപ്പിച്ചു നോക്കി. ഞാൻ 2 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നിട്ട് കടുവയെന്താ എന്നെ കാണാൻ ഹോസ്പിറ്റൽ വരാതിരുന്നത്? ഞാൻ പ്രതീക്ഷിച്ചു. ശരിക്കും? ഞാൻ വന്നില്ലെന്ന് നിന്നോടാരാ പറഞ്ഞത്? അന്നു രാത്രി തന്നെ ഞാൻ ICUവിനുള്ളിൽ വന്ന് കണ്ടു. നീ അന്നേരം സെഡേഷൻ മൂലമുള്ള മഴക്കത്തിൽ ആയിരുന്നു. ആണോ എന്ന അർത്ഥത്തിൽ അവൾ അവനെ ഒന്ന് നോക്കി. പിന്നെ 2 ദിവസം റൂമിൽ കിടന്നപ്പോഴെന്തേ വരാതിരുന്നത്? അതിന് മറുപടി പറയുന്നതിന് മുമ്പ് അവൻ അവളുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചു കാട്ടി. റൂമിലും ഞാൻ വന്നു. വാതിൽക്കൽ വരെ വരാൻ പറ്റിയുള്ളൂ. വാതിൽക്കൽ കടുവയെ പിടിക്കാൻ ബോധമുണ്ടായിരുന്നോ? അത് ഭൂതമായിരുന്നോ? അതും പറഞ്ഞവൻ ചിരിച്ചു. ചിരിയുടെ ശബ്ദം പുറത്ത് കേൾക്കാതിരിക്കാൻ അവൾ വേഗം ഇടതു കൈകൊണ്ട് അവൻ്റെ വായ മൂടി. അച്ഛനെങ്ങാൻ കേട്ടു വന്നാൽ എൻ്റെ കാലൊടിഞ്ഞതാണെന്നൊന്നും നോക്കല്ല, വലിച്ചു പുറത്തേക്ക് എറിയും. നീ ഭൂതം പിടിച്ചു തിന്നുമോ എന്ന് ചോദിച്ചത് കൊണ്ടല്ലേ ഞാൻ ചിരിച്ചത്. എന്നെ ഉള്ളിലേക്ക് കടക്കാൻ അനുവദിക്കാതെ വാതിൽക്കൽ എന്ന ഭൂതം നിൻ്റെ അച്ഛനായിരുന്നു. അച്ഛനെന്താ പറഞ്ഞത്? ഇനിയൊരിക്കലും നിന്നെ കാണരുത്, മിണ്ടരുത്. ഞാൻ തിരിച്ചു നടന്നത് പേടിച്ചിട്ടാണെന്ന് അങ്ങേര് കരുതി കാണും. എൻ്റെ ഹോസ്പിറ്റലിൽ വെച്ച് വെറുതെ ഒരു സീൻ ഉണ്ടാക്കേണ്ട എന്ന് കരുതിയാണ് ഞാൻ മിണ്ടാതെ പോകുന്നത്, അല്ലാതെ നിൻ്റെ തന്തയെ പേടിച്ചിട്ടൊന്നുമല്ല. അവൻ പറഞ്ഞ അവസാന വാക്കിൽ അവളുടെ മുഖത്തേക്ക് ദേഷ്യം ഇരച്ചു കയറി. എൻ്റെ റൂമിൽ എൻ്റെ ബെഡിൽ കിടന്നുകൊണ്ട് എൻ്റെ അച്ഛനെ വിളിക്കുന്നു. അതോടെ അവനൊന്ന് ചിരിച്ചു. എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, നിങ്ങളെന്തിനാണ് ഈ പാതിരാത്രിയിൽ എൻ്റെ റൂമിലേക്ക് കയറി വന്നത്? വന്നതും പോരാഞ്ഞിട്ട് എൻ്റെ കട്ടിലിൽ കിടക്കുന്നു. എൻ്റെ കയ്യും കാലും ഇളക്കാൻ പറ്റാത്തത് കടുവയുടെ ഭാഗ്യം. മാളുവിൻ്റെ അടുത്തേക്കും നിങ്ങളിങ്ങനെ രാത്രി മതിൽ ചാടുമോ? മാളുവോ? അതാരാ? കാളിദാസ്. ആ പേര് പെട്ടെന്നങ്ങോട്ട് മനസ്സിലായില്ല. മാളു, മാളവിക, കാളിദാസൻ്റെ മാളവിക. ഓ, എൻ്റെ മാളു, എൻ്റെ സ്വന്തം മാളു. ഞാൻ മാളു, എമ്പലൂടെ വിളിക്കൂ. അതുകൊണ്ടാണ് ഞാൻ മാളു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാകാതിരുന്നത്. മാളവികയെ മാളു എന്നല്ലാതെ പിന്നെന്താണ് വിളിക്കുക? അവൾ അവനെ നേരത്തെ കണ്ണുകൾ ചുളുക്കി നോക്കി. ഞാൻ വിളിക്കുന്നതോ മാളവികാഗ്നിമിത്ര. എന്തോന്ന്? കാളിദാസൻ്റെ സ്വന്തം മാളവികാഗ്നിമിത്ര. അയ്യേ, മോശം. എന്തോന്ന് മോശം? നൂറ്റാണ്ടുകൾക്ക് മുൻപ് കാളിദാസൻ എന്ന എഴുത്തുകാരൻ എഴുതിയ നാടകമാണ് മാളവികാഗ്നിമിത്രം. അഗ്നിമിത്ര എന്ന രാജാവിൻ്റെയും മാളവിക എന്ന നൃത്തം പഠിക്കാനായി വന്ന പെൺകുട്ടിയുടെയും പ്രണയകഥയാണ് മാളവികാഗ്നിമിത്രം. ആ കഥയിലെ നായകൻ അഗ്നിമിത്രനാണ്, അല്ലാതെ കാളിദാസനല്ല. ഇതാണോ ഇത്രയും വലിയ കാര്യം? അത് ചോദിച്ചും കൊണ്ട് അവൻ ചിരിച്ചു. മാളവിക മാത്രമാണ് അഗ്നിമിത്രന് സ്വന്തം. മാളവികാഗ്നിമിത്രം കാളിദാസൻ്റെ മാത്രം സ്വന്തമാണ്. സംശയമുണ്ടോ? അവൻ പുരികമുയർത്തിക്കൊണ്ട് ചോദിച്ചു. അപ്പോഴാണ് അവൻ പറയുന്നതിലെ അർത്ഥം അവൾക്ക് മനസ്സിലാകുന്നത്. മാളവികയെയും അഗ്നിമിത്രനെയും സൃഷ്ടിച്ചത് കാളിദാസനായതിനാൽ മാളവികാഗ്നിമിത്രം കാളിദാസന് മാത്രം സ്വന്തമാണ് എന്നാണ് അവൻ ഉദ്ദേശിച്ചത്. ഓ, ഉത്തരത്തെ വളച്ചൊടിച്ചു കൊണ്ടുവന്നല്ലേ. ജയിക്കേണ്ട പെണ്ണെ, എവിടെയും തോറ്റു ശീലമില്ല. അവൾക്കൊരു കിടത്തം കിടക്കുന്നതിനാൽ അസ്വസ്ഥത തോന്നുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഫലം എന്നോണം ഞെളിയുകയും പിരിയുകയും ചെയ്യുന്നുണ്ട്. എന്താ, വേദനിക്കുന്നുണ്ടോ? ഒരേ കിടപ്പിങ്ങനെ കിടക്കുകയല്ലേ, എനിക്ക് പുറമൊക്കെ ചൂട് പിടിക്കുന്ന പോലെ. നിനക്ക് എഴുന്നേറ്റിരിക്കണോ? അവൻ ബെഡിൽ മുട്ടുകാലിൽ നിന്നുകൊണ്ട് ചോദിച്ചു. എങ്ങനെ? എനിക്ക് തനിച്ചിരിക്കാൻ കഴിയില്ല. ഞാനിവിടെ ഉള്ളപ്പോൾ നിന്നോട് തനിച്ചിരിക്കാൻ ആരെങ്കിലും പറഞ്ഞോ?
അവൻ കട്ടിലിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയതും അവൾക്ക് ഭയമായി. എനിക്ക് എഴുന്നേറ്റിരിക്കുകയൊന്നും വേണ്ട, കടുവ വേഗം ഇവിടെ നിന്ന് പോകാൻ നോക്ക്. കുറച്ച് കഴിയുമ്പോഴേക്കും അച്ഛനോ അമ്മയോ ഇവിടേക്ക് വന്നു നോക്കാൻ സാധ്യതയുണ്ട്. ഈ അവസ്ഥയിൽ കിടക്കുന്നത് കൊണ്ട് എനിക്ക് അടി കിട്ടാൻ സാധ്യതയില്ല, പക്ഷേ കടുവയ്ക്ക് കിട്ടാൻ 100% സാധ്യതയുണ്ട്. അവൾ നേരിയൊരു പുഞ്ചിരിയോടെ പറഞ്ഞു. ഇനി എന്നെ തൊട്ടാൽ നിന്റെ തന്ത ശരിക്കും വിവരമറിയും. അത് പറഞ്ഞുകൊണ്ടവൻ അവളുടെ കക്ഷത്തിലൂടെ കൈയിട്ട് പതിയെ പൊക്കിയിരുത്തി. പിന്നെ അവളുടെ ബാക്കിലായി ഇരുന്നും കൊണ്ട് അവളെ നെഞ്ചിലേക്ക് ചാരിയിരുത്തി. സത്യം പറഞ്ഞാൽ ജോലയ്ക്ക് വല്ലാത്തൊരു ആശ്വാസമാണ് തോന്നിയത്. ഇനി പറയേ, അന്നെന്താ ഉണ്ടായത്? നിന്നെ ഇടിച്ചിട്ട വണ്ടി ഏതായിരുന്നു? ആ വണ്ടിയെക്കുറിച്ച് എന്തെങ്കിലും നിൻ്റെ ഓർമ്മയിലുണ്ടോ? അതൊരു ജീപ്പായിരുന്നു. ശരിക്കും അറിയാതെ വന്ന ഒരു അപകടമല്ല. ആ ജീപ്പ് മനഃപൂർവ്വം എൻ്റെ സ്കൂട്ടിയിൽ വന്നിടിക്കുകയായിരുന്നു. എനിക്ക് അപകടം പറ്റിയത് അറിഞ്ഞിട്ടും ആ ജീപ്പ് നിർത്തിയില്ല. കിടന്ന കിടപ്പിലും സ്പീഡിൽ പോകുന്ന ആ ജീപ്പിൻ്റെ നമ്പർ പ്ലേറ്റിലായിരുന്നു എൻ്റെ ശ്രദ്ധ മുഴുവൻ. ആ നമ്പർ നിനക്ക് ഓർമ്മയുണ്ടോ? അവൾ പറഞ്ഞത് കേട്ട് അവൻ പെട്ടെന്ന് ചോദിച്ചു. ഓർമ്മയുണ്ട്. അതിലൊരു കാര്യവുമില്ല. എന്ത് ദേശത്തിൻ്റെ പേരിലായാലും അവർ എന്നെ മനഃപൂർവ്വം ഇടിക്കാൻ വന്നതാണ്. അത് ഒറിജിനൽ നമ്പർ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആഹാ, എൻ്റെ കുഞ്ഞിന് പുരോഗതിയുണ്ടല്ലോ. ഇങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. ചിരിച്ചും കൊണ്ടവൻ ചോദിച്ചതും ഇടത് കൈ കൊണ്ടവൾ അവൻ്റെ തുടയിൽ ഒരു നുള്ളു വെച്ചു കൊടുത്തു. ശരിക്കും വേദനിച്ചു. അവൻ തുടയിൽ തടവിക്കൊണ്ട് പറഞ്ഞു. വേദനിക്കാൻ തന്നെയാണ് നുള്ളിയത്. ഇത്രയും ദിവസം കാണാതിരുന്നപ്പോൾ നിനക്കെന്നെ കാണണമെന്ന് തോന്നിയില്ലടി? അവൻ ആർദ്രതയോടെ ചോദിച്ചു. കാണണമെന്ന് തോന്നാൻ നമ്മൾ തമ്മിൽ എന്തു ബന്ധമാണ് ഉള്ളത്? ശരിക്കും ഇങ്ങനെ മതിൽ ചാടി വരുന്നത് പ്രണയിക്കുന്നവരാണെന്ന് കേട്ടിട്ടുണ്ട്. ഇതിപ്പോൾ എന്തിനാ ഇങ്ങനെ വരുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇരുന്ന ഇരിപ്പിൽ അവളെ അങ്ങ് കട്ടിലേക്ക് തള്ളിമറിച്ചിട്ട് എഴുന്നേൽക്കാൻ തോന്നി കാളിദാസിന്. ഉള്ളിൽ ദേഷ്യം നിറഞ്ഞതും എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുമോ എന്ന് തോന്നിയതിനാൽ ദേഷ്യം കടച്ചമർത്തിയിരുന്നു. ഒരു ബന്ധവുമില്ലെങ്കിൽ പിന്നെന്തിനാ നീ എൻ്റെ മേലിങ്ങനെ ചാരിയിരിക്കുന്നത്? ആ, അവൾ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. ഞാൻ നിന്നെ കാണാൻ വന്നില്ലല്ലോ എന്ന് നീ കുറച്ചു മുൻപ് പരിഭവം പറഞ്ഞല്ലോ. അതെന്തിനായിരുന്നു? അതു പിന്നെ നമ്മളിപ്പോൾ നല്ല പരിചയക്കാരല്ലേ. അപ്പോൾ പിന്നെ കാണാൻ വന്നില്ലേ സങ്കടാവൂലേ? അപ്പോൾ ഞാൻ കാണാൻ വന്നില്ലെങ്കിൽ നിനക്ക് സങ്കടാവും. അത് പിന്നെ ഇല്ലാതിരിക്കുമോ? കടുവ വന്നില്ലെങ്കിലും സങ്കടാവും, മാധവ് സാർ വന്നില്ലെങ്കിലും സങ്കടാവും. മാധവും ഞാനും നിനക്കൊരു പോലെയാണോ? അല്ലേ? മാധവ് സാർ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ ഒരു ഏട്ടനായി കാണണമെന്ന്. കടുവ പിന്നെ കാളിന്തിയുടെ ഏട്ടനല്ലേ. അപ്പോൾ പിന്നെ ഞാനും അങ്ങനെയല്ലേ? ആഹാ, ബെസ്റ്റ്. ഞാൻ നിനക്ക് മാധവിനെ പോലെ ഒരു ഏട്ടനാണെന്ന് സാരം. അപ്പോൾ നമ്മളിപ്പോൾ സഹോദരനും സഹോദരിയുമാണല്ലേ? അല്ലാണ്ട് പിന്നെ കാമുകനും കാമുകിയോ? നിങ്ങളെ പ്രണയിക്കാൻ ഒരാളുള്ളപ്പോൾ ഞാനെന്തിനാ ആ സ്ഥാനത്തേക്ക് വരുന്നത്? വരണ്ട. എന്നോടാരെങ്കിലും വരാൻ പറഞ്ഞോ? അല്ലെങ്കിൽ തന്നെ എൻ്റെ മാളുവിൻ്റെ സ്ഥാനത്തേക്ക് ആരെയും കൊണ്ടുവരാൻ ഞാനും ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ഇനിയുള്ള ജീവിതത്തിൽ എനിക്ക് അവളും അവൾക്ക് ഞാനും മാത്രം മതി. വേറെ ആരും വേണ്ട. അല്പനേരം കാളിദാസ് മിണ്ടാതിരുന്നു. കടുവേ. പിന്നിലിരിക്കുന്നവൻ്റെ അനക്കമൊന്നുമില്ലെന്ന് കണ്ടപ്പോൾ അവൾ വിളിച്ചു. കടുവ നിൻ്റെ അച്ഛൻ. പിന്നിലിരിക്കുന്നത് അപ്പോഴും ദേഷ്യം ഇറങ്ങിയിട്ടില്ല. അച്ഛനല്ല, എൻ്റെ പിന്നിലിരിക്കുന്നവനാ കടുവ. ദേഷ്യം മാറ്റി വെച്ചിട്ട് ഒന്ന് വേഗം പോകാൻ നോക്കുമോ? എന്നെ നോക്കാനായി അച്ഛനും അമ്മയും ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട്. പ്ലീസ്. അവൻ ഇരിക്കുന്നിടത്തു നിന്നും എഴുന്നേറ്റ് അവളെ താങ്ങി പിടിച്ചു കിടത്തി. പിന്നെ തിരിഞ്ഞു നോക്കാതെ മുറിക്ക് പുറത്തേക്ക് നടന്നു. കടുവ പോവാണോ? അതിനും അവൻ മറുപടി പറഞ്ഞില്ല. അത്ര നേരം അടുത്തുണ്ടായിട്ടും അവനൊന്നും പറയാതെ പോയപ്പോൾ ജ്വാലയ്ക്ക് വളരെ വിഷമം തോന്നി. കാളിദാസ് പോയി അരമണിക്കൂർ കഴിഞ്ഞില്ല. സുനന്ദയും സത്യനാഥനും മുറിയിലേക്ക് വന്നു. മോളെ, ബാത്റൂമിൽ പോകണോ നിനക്ക്? ആ ചോദ്യം കേട്ടാണ് അവൾ ഞെട്ടി വാതിൽക്കലേക്ക് നോക്കിയത്. ഈശ്വര, കുറച്ചു മുൻപാണ് ഇവർ വന്നിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? ഭാഗ്യം തനിക്ക് അങ്ങനെ പറയാനും ദേഷ്യം കൊണ്ട് കടുവയ്ക്ക് പോകാനും തോന്നിയത്. വേണ്ടമ്മേ, വേണമെങ്കിൽ ഞാൻ വിളിക്കാം. കുറച്ചു നേരം അവൾക്കരികിൽ ഇരുന്നതിന് ശേഷമാണ് അവർ തിരിച്ച് റൂമിലേക്ക് പോയത്. പിറ്റേന്ന് അവളെ കാണാൻ ചിറ്റൂർ മംഗലത്ത് തറവാട്ടിൽ നിന്നും ശാരദയും സേതുലക്ഷ്മിയും കാളിന്തിയും വന്നിരുന്നു. ഉള്ളിലെ ദേഷ്യമൊന്നും സത്യനാഥൻ അവർക്ക് നേരെ കാണിച്ചില്ല. എന്നാൽ റൂമിലേക്ക് കാലെടുത്ത് വെച്ചതും ശാരദയുടെ മിഴികൾ ഒന്ന് കൂർത്തു. കട്ടിലിൽ ജ്വാലയുടെ അടുത്തായാണ് അവർ ഇരുന്നിരുന്നത്. എന്തോ മണം പിടിക്കുന്നത് പോലെ അവർ ചുറ്റിനും നോക്കുന്നുണ്ട്. അവരുടെ ആ ഭാവമാറ്റം മറ്റാരും ശ്രദ്ധിച്ചതുമില്ല. കുറച്ചു നേരം സംസാരിച്ചതിന് ശേഷം
അവർ തിരികെ പോകാനായി ഒരുങ്ങി. കാളിന്തിയും സേതുലക്ഷ്മിയും ആദ്യം മുറിക്കുള്ളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. അവരുടെ കൂടെ സുനന്ദയും സത്യനാഥനും ഏറ്റവും പിന്നിലായി നടന്ന ശാരദ വാതിൽക്കലെത്തിയപ്പോഴാണ് ജോല അവരെ തിരികെ വിളിച്ചത്. എന്തേന്ന് ചോദിച്ചുകൊണ്ട് അടുത്തേക്ക് വന്നതും അവൾ കട്ടിലിൽ നിന്നും കിട്ടിയ കർച്ചീഫ് എടുത്ത് അവർക്ക് നേരെ നീട്ടി. ഇത് മാഡത്തിൻ്റെ അല്ലേ? അവർ കൈനീട്ടി ആ കർച്ചീഫ് വാങ്ങി. ഇതെൻ്റെ കർച്ചീഫല്ല, എന്നാൽ ഇത് ആരുടേതാണെന്ന് എനിക്കറിയാം. ഈ ബ്രാൻഡ് ഞങ്ങളുടെ വീട്ടിൽ ഒരാളെ ഉപയോഗിക്കുന്നുള്ളൂ. അത് എൻ്റെ മകനാണ് കാളിദാസ്. ഈ മുറിക്കുള്ളിൽ അവൻ്റെ പെർഫ്യൂമിൻ്റെ മണവുമുണ്ട്. അതെല്ലാം എങ്ങനെ വന്നു എന്ന് ഞാൻ ചോദിക്കുന്നില്ല. അത് പറഞ്ഞുകൊണ്ട് അവർ മുറിക്ക് പുറത്തേക്ക് നടന്നു. തുടരും കഥയുടെ അടുത്ത ഭാഗം.